ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കണ്ണിമാങ്ങ അച്ചാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് നാടൻ കണ്ണിമാങ്ങ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയതുകൊണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി കൂടി നമുക്ക് ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അച്ചാറിന്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി നാടൻ കണ്ണിമാങ്ങ അച്ചാറാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും 1 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് 1 സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ നമുക്ക് പരുവം ആയി കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കണ്ണിമാങ്ങ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.